വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് CAA പറ്റിയിട്ടാണ്. എന്താണ് CAA, അതേപോലെ തന്നെ NRC, ഇതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. CAA എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. 2019 ഡിസംബർ 10 നമ്മുടെ CAA എന്ന ബില്ല് ലോക്സഭയിൽ പാസ്സാവുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഡിസംബർ 11 തന്നെ ഇത് രാജ്യസഭയിലും ഈ ഒരു ബില്ല് പാസ്സാകുകയാണ്. അതിന് തൊട്ടടുത്ത ദിവസം ഡിസംബർ 12 തന്നെ രാഷ്ട്രപതി ഈ ഒരു ബില്ല് ഒപ്പുവെക്കുകയാണ്. അതായത് ഈ ഒരു ബില്ല് എന്നുള്ളത് ഒരു ആക്ടായി മാറുകയാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരുണ്ടല്ലോ, അവർക്ക് സിറ്റിസൺഷിപ്പ്, അതായത് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്ന കാര്യമാണ് ഈ CAA. നേരത്തെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ നമ്മൾ 11 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കണം എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരുത്തി 6 വർഷം ഇവര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതാണ് ഈ CAA എന്ന് പറയുന്നത്. അതുമല്ല, കുറച്ച് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ CAA എതിർക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. അതായത് നമുക്ക് നോക്കാം, ഹിന്ദു, ക്രിസ്ത്യൻ, ജെയിൻ, സിഖ്, ബുദ്ധമതക്കാര്, അതേപോലെ തന്നെ പാർസി തുടങ്ങിയ ഈ 6 മതത്തിലുള്ള ആൾക്കാരാണ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം 2019 ഈ ഒരു ആക്ട് വന്നെങ്കിലും എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങൾ ഈ ഒരു ആക്ടിന് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ കോവിഡ് എന്നൊരു മഹാമാരി നമ്മുടെ നാടിനെ തന്നെ പിടിച്ചുലച്ച ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സമയത്ത് ഈ ഒരു നിയമം നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും CAA നിലവിൽ വന്നിരിക്കുകയാണ്. എത്ര നാൾ മുമ്പ് ഇവിടെ ഉള്ളവർക്കാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് എന്ന് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഡിസംബർ 31, 2014 മുമ്പ് ഇന്ത്യയിലുള്ളവർക്ക്, അതായത് ഇന്ത്യയിലേക്ക് വന്ന കുടിയേറ്റക്കാർക്കാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതാണ് ഈ ഒരു ആക്ട് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. 2014 ഡിസംബർ 31 മുമ്പായിട്ട് ഇന്ത്യയിലുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതായിരിക്കും. ഒരു കൂട്ടം ആൾക്കാര് ഈ ഒരു CAA എതിർക്കുന്നുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാ മതത്തിലും എല്ലാ വിശ്വാസികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രാജ്യം കൂടെയാണ് നമ്മുടെ ഇന്ത്യ എന്നത്. ആ ഒരു ഇന്ത്യയിൽ മതത്തിനെ അടിസ്ഥാനമാക്കി സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനെയാണ് ഒരു കൂട്ടം ആൾക്കാർ എതിർക്കുന്നതും. അതേപോലെ തന്നെ ഈ ഒരു CAA എതിർത്ത് ക്യാമ്പയിൻസ് ആയാലും അവര് എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് ഒരുപാട് കുടിയേറ്റക്കാർ തമിഴ്നാടിന്റെ സൈഡിലേക്കും ഒക്കെ ആയിട്ട് അവര് കുടിയേറി താമസിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല. അപ്പം അവര് ഒരു സൈഡിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുന്നുണ്ട്. എല്ലാവരും പിന്നെ ചോദിക്കുന്ന കാര്യമാണ് എന്താണ് NRC എന്നുള്ളതാണ്. NRCയുടെ ഫുൾ ഫോം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ രജിസ്ട്രേഷൻ ഫോർ സിറ്റിസൺ. ഇതാണ് NRCയുടെ ഫുൾ ഫോം. ഈ ഒരു ആക്ടിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. നമ്മുടെ പേരൻസ് ഇന്ത്യയിലായിരുന്നു, നമ്മൾ ഇന്ത്യയിൽ തന്നെ ജനിച്ചു, നമുക്ക് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. എന്നാൽ ഈ ഒരു കാര്യം നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിലനിൽക്കണമെങ്കിൽ, നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് നമുക്ക് അംഗീകരിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കാണിച്ച് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ പൂർവികർ ഇന്ത്യയിൽ തന്നെ 1971 മാർച്ച് 27 മുമ്പ് മുതൽ നമ്മുടെ പൂർവികർ ഈ ഒരു ഇന്ത്യയിലുണ്ട്, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് അവരുണ്ട് എന്നുള്ളതിന്റെ ഡോക്യുമെന്റ്സും അതേപോലത്തെ അതിന്റെ പേപ്പേഴ്സ് ഒക്കെ കാണിച്ച് വെരിഫൈ ചെയ്ത് അപ്രൂവ് ആകുമ്പോഴാണ് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത്. ആ ഒരു കാലത്തെ പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലെവലൊക്കെ ആ സമയത്ത് കുറവായിരുന്നു. അപ്പം എല്ലാവരും ഇതേപോലെ ഡോക്യുമെന്റ്സ് അന്ന് തൊട്ട് നമ്മൾ ഇന്ത്യയിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് എന്നുള്ള ഡോക്യുമെന്റ്സ് ഒന്നും എല്ലാവരും സൂക്ഷിച്ചു വെക്കാറോ അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി വെക്കാറോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാണിക്കാം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, നമ്മുടെ പൂർവികർ അന്ന് തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ട് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം അത് ഒരുപാട് ഫാമിലീസിനെ അത് അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇത് മതത്തിന്റെ പേരിലാണ് ഈ ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനെ തുടർന്ന് മുസ്ലിം സംഘടന നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള എതിർപ്പുകൾ ഒക്കെ അറിയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻസ് പുറത്തു കൊണ്ടുവരികയാണ്. CAA 2019 എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഈ ഒരു പോർട്ടല് വരുന്ന സമയത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി ആ ഒരു പോർട്ടലിൽ കയറി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഇതാണ് CAA എന്ന് പറയുന്ന ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ആ ആക്ടിനെ പറ്റിയിട്ടുള്ള ഒരു നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങള്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എല്ലാ ദിവസവും ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും അതേപോലെ ന്യൂസ് പേപ്പർ വഴിയൊക്കെ നമുക്ക് കൂടുതലായിട്ടും അറിയാൻ സാധിക്കും. ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.